ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ഡ്രീം ലേഡി ഡിസൈൻ. ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാൻ വന്നതാണ്. നമുക്ക് അതിനാവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ പരിചയപ്പെടാം. ഈ ഒരു ത്രെഡ് വെച്ചിട്ടാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. പിന്നെ അതുപോലെ ചോക്ക്, സിസറ്, ഈ സാധാരണ നീഡിലാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. ഇതെല്ലാം വെച്ചിട്ട് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഫ്രഞ്ച് നോട്ടാണ്. ഞാൻ ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അതിന് വേണ്ടി ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് ഒരു ക്രീപ്പ് ക്ലോത്താണ്. അതിന് വേണ്ടിയിട്ട് ഫ്രെയിം ആദ്യം അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഫ്രെയിമിൻ്റെ ഈ ഒരു നമ്മൾ ടൈറ്റ് ആക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ഇതാണ് മുകളിലായിട്ട് കൊടുക്കുന്നത്. രണ്ട് രീതിയിലും ചെയ്യുന്നവരുണ്ട് കേട്ടോ. നമ്മൾ ത്രെഡ് വർക്കൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്യാൻ ഏറ്റവും സുഖം. ആദ്യം നമ്മൾ ചെയ്തതിന് ശേഷം നന്നായിട്ട് ടൈറ്റായിട്ട് കൊടുക്കണേ. ടൈറ്റാക്കി കൊടുത്താലേ നമ്മൾ എന്ത് ചെയ്താലും അതിൻ്റെ ഒരു നീറ്റ്നെസ് കിട്ടുന്നുള്ളൂ. ഞാനെടുത്തിരിക്കുന്ന ക്ലോത്ത് ക്രീപ്പ് ക്ലോത്താണ്. നമ്മൾ പഠിക്കുന്നവരാണെങ്കിൽ ഫസ്റ്റ് കോട്ടൺ ക്ലോത്ത് എടുക്കുന്നതാവും നല്ലത് കേട്ടോ. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ സൂചി താഴ്ന്ന് മേലോട്ട് കുത്തി വലിക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് വലിക്കണേ, ലൂസാക്കി ഇടരുത്. നമ്മളിതൊരു സ്റ്റാൻഡ് വെച്ച് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി ഈസിയാണ് കേട്ടോ. ഞാൻ എൻ്റെ കയ്യിൽ സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് താഴെയൊരു സപ്പോർട്ടിങ് ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതുപോലെ ഒരൊറ്റ ചുറ്റാണ് കേട്ടോ നമ്മൾ ചുറ്റുന്നത്. അതും നമ്മൾ ഇട്ട ഭാഗത്തിൻ്റെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് അവിടെയാണ് പിന്നെ സൂചി കുത്തി ഇറക്കേണ്ടത്. ഈ കാണുന്ന നമ്മൾ എവിടുന്നാണോ മേലോട്ട് വലിച്ചത് അതിൻ്റെ ആ ഭാഗത്ത് കൂടെ അല്ലാതെ അതിൻ്റെ അടുത്തുള്ള ഭാഗത്ത് കൂടെയാണ് കേട്ടോ താഴത്തേക്ക് കുത്തി വലിക്കേണ്ടത്. പിന്നെ താഴത്തേക്ക് വലിക്കുമ്പോൾ നമ്മൾ പിടിച്ചിരിക്കുന്ന മറ്റേ നൂലിൻ്റെ ഭാഗം കുറച്ച് ടൈറ്റായിട്ട് വലിച്ച് പിടിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ലൂസായിട്ട് ഇരിക്കും. അപ്പോൾ അത് ആ ലൂസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു നൂല് ഇങ്ങനെ വലിച്ച് പിടിച്ചിട്ട് വേണം താഴത്തെ നൂല് സൂചി വലിക്കാൻ കേട്ടോ. എന്നാലേ ഈ ഒരു നല്ലൊരു ഈ ഒരു നീറ്റ്നെസ്സിൽ കിട്ടുന്നുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ലൂസായിട്ടേ കിട്ടുള്ളൂ. അപ്പോൾ അത് കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. ഒന്നുകൂടെ കാണിക്കാം കേട്ടോ, മനസ്സിലാവാത്തവർ ഒന്നുകൂടെ നോക്കിക്കോളേ. ഇതുപോലെ സൂചി താഴത്തെ മേലേക്ക് കുത്തി വലിച്ചെടുത്തിട്ട് നമ്മൾ ആ ഒരു വലിച്ച ഭാഗം നമ്മൾ മറ്റേ കയ്യിൽ പിടിച്ചിട്ട് സൂചി ഈ ഒരു കയ്യിലും പിടിച്ചിട്ട് ഇതുപോലെ കറക്കുക. ജസ്റ്റ് ഒരൊറ്റ തിരിയാണ് ചെയ്യുന്നത്. ഒന്നുകൂടെ കാണിക്കാം. ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് ഒരൊറ്റ തിരി കേട്ടോ. എന്നിട്ട് നമ്മൾ സൂചി മേലോട്ട് കുത്തി വലിച്ചത് അവിടെ നിന്നല്ലാതെ അതിൻ്റെ കുറച്ച് ഇപ്പുറത്തു നിന്നായിട്ട് ആ സൂചി കുത്തി താഴേക്ക് വലിക്കുമ്പോൾ സൂക്ഷിക്കണം, കെട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മൾ തിരിച്ചിങ്ങനെ വലിക്കുമ്പോൾ ഒന്നുകൂടി ഈസി ആയിട്ട് പോരും. പിന്നെ അതുപോലെ ഈ ഒരു നൂല് ജസ്റ്റ് ഇങ്ങോട്ട് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് വലിച്ചു പിടിക്കാൻ ശ്രമിക്കുക കേട്ടോ. വലിച്ചു പിടിക്കുമ്പോഴേ നമുക്ക് ടൈറ്റായിട്ട് ഇതേപോലെ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ലൂസായിട്ടാണ് കേട്ടോ വരിക. ഒന്നും കൂടെ ചെയ്യാം കേട്ടോ. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് നോക്കൂ. അങ്ങനെ ഫ്രഞ്ച് നോട്ട് 1 പഠിച്ചില്ലേ. ഇനി ഫ്രഞ്ച് നോട്ട് 2 ആണ് കേട്ടോ. 1, 2 എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരൊറ്റ ചുറ്റിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇനി ചെയ്യാൻ പോകുന്നത് 2 ചുറ്റിയിട്ടുള്ള ഫ്രഞ്ച് നോട്ടാണ്. അതും തന്നെ നമ്മൾ ഈ സെയിം പ്രോസസ്സ് തന്നെയാണ്. സൂചി മേലിന്ന് താഴ്ന്ന് കുത്തി വലിച്ചെടുത്തിട്ട് ഇതുപോലെ നമ്മളൊരൊറ്റ ചുറ്റിന് പകരം 2 ചുറ്റുക കേട്ടോ. ഒന്നുകൂടി കാണിക്കാം. ഇതുപോലെ ഒരു മിനിറ്റ്. ഇതുപോലെ ഒരൊറ്റ ചുറ്റിയതിന് ശേഷം ഒന്നുകൂടെ ചുറ്റുക. എന്നിട്ട് നമ്മൾ കുത്തിയ ആ നൂലിൻ്റെ സൈഡ് ഒരു ഗ്യാപ്പ് എടുത്തിട്ട് അവിടെ ആ അവിടെ തന്നെ കുത്തിയരുത് കേട്ടോ. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം താഴത്തോട്ട് സൂചി കുത്തി ഇറക്കാനേ.
ഇത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തമ്മിൽ എന്താ വ്യത്യാസമൊന്നും ചിന്തിക്കുന്നതാണല്ലേ. പക്ഷേ ഇത് ഫസ്റ്റ് ചെറിയ തിന്നായിട്ടുള്ളതാണ് ഫസ്റ്റ് ലെയർ വരുന്നത്. രണ്ടാമത്തേത് കുറച്ചുകൂടെ ഒരു ഇത് വരുന്നുണ്ട് കേട്ടോ. ഒന്നുകൂടെ കാണിക്കാമേ. ഇതുപോലെ നമ്മൾ വലിച്ചെടുക്കുന്ന ആ നൂലുണ്ടല്ലോ, ആ നൂല് നമ്മൾ ഒരു കൈ കൊണ്ട് വലിച്ചു പിടിക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ സൂചി പിടിച്ച കൈ കൊണ്ട് ഇങ്ങനെ ചുറ്റി, എത്ര ചുറ്റാണോ ചുറ്റുന്നത് വെച്ചാൽ ആ ചുറ്റുക. നമ്മൾ ഒരു ചുറ്റിലാണ് നമ്മൾ ആദ്യം ചെയ്തത്, ഇത് 2 ചുറ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇതുപോലെ 2 ചുറ്റിയതിന് ശേഷം പിന്നെ നമ്മൾ ആ ഒരു കുത്തിയെടുത്തതിൻ്റെ കുറച്ച് സൈഡിലായിട്ട് ഒരു കുത്തുതേമാരി താഴത്തോട്ട് സൂചി കുത്തി ഇറക്കുക. ഇത് നമ്മൾ ഇറക്കിയിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നിങ്ങനെ സൂചി ഒന്നിങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒന്നും കൂടി നൈസായിട്ട് താഴത്തോട്ട് വലിഞ്ഞു പോവും. അപ്പോൾ ഒന്നും കൂടി കാണിക്കുന്നുണ്ട്, മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്നും കൂടി സൂക്ഷിച്ച് നോക്കിക്കോളൂ. ഒന്നും രണ്ടും മാത്രമല്ല കേട്ടോ, 3 ചുറ്റും ചുറ്റാട്ടോ. ഇതുപോലെ നമ്മൾ 1ഉം 2ഉം ചുറ്റിയതുപോലെ ഈ 2 കഴിഞ്ഞിട്ട് മൂന്നാമത്തതും ഇതുപോലെ ചുറ്റുക. ഒന്നുകൂടി കാണിക്കാം കേട്ടോ. ഒന്നുകൂടി മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടി ശരിക്കും നോക്കണേ. നമ്മൾ മുമ്പ് ചെയ്ത അതേ പ്രോസസ്സ് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ 1ഉം 2ഉം ചുറ്റിയതുപോലെ ഇത് 3 ചുറ്റുന്നതേ ഉള്ളൂ. അതേമാതിരി തന്നെ ഇതുപോലെ സൂചി കുത്തി ഇറക്കുന്നുണ്ട്. പിന്നെ മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ നൂല് പിടിച്ച് വലിച്ചു പിടിക്കാൻ മറക്കരുത് കേട്ടോ. അല്ലെങ്കിൽ എന്നാലേ വലിച്ചു പിടിക്കുമ്പോഴേ നമുക്ക് ആ ഒരു ഇതേപോലെ റൗണ്ടിൽ നല്ല ഭംഗിയിൽ വരുള്ളൂ. അപ്പോൾ വീണ്ടും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്നും കൂടെ ജസ്റ്റ് നോക്കിക്കോളൂ കേട്ടോ. ഇതേ കണ്ടല്ലോ, നമുക്ക് വീഡിയോയിൽ വലിയ ഡിഫറൻസ് മനസ്സിലാവില്ല. പക്ഷേ എന്നാലും ഒന്ന് ചെറുത് പിന്നെ വലുത് അതിൻ്റെ വലുതായിട്ടാണ് കേട്ടോ വരുന്നത്. ഇനി നമ്മൾ ഈ ഒരു ഫ്രഞ്ച് നോട്ട് കൊണ്ട് ഒരു ഫ്ലവേഴ്സ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം കേട്ടോ. നമ്മൾ എന്ത് ഫ്ലവേഴ്സ് ചെയ്യുമ്പോഴും 2 ചുറ്റാണ് കേട്ടോ ചെയ്യുന്നത്. 2 ചുറ്റിൻ്റെ ഫ്രഞ്ച് നോട്ടാണ് ഒന്നും കൂടി ഒരു ഭംഗി വരുന്നത്. അപ്പോൾ മിഡിലായിട്ട് നിൽക്കുന്ന നമ്മൾ 2 തന്നെ ചൂസ് ചെയ്തിട്ടുള്ളത്. 1ഉം 2ഉം 3ഉം മാത്രമല്ല കേട്ടോ, 4 ചുറ്റിയിട്ടും ചെയ്യുന്നവരുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. അത് കുറച്ചുകൂടെ വലുതായിട്ട് കിട്ടും. നമുക്ക് അങ്ങനത്തെ ഒരു മോഡൽ ചെയ്യാൻ ഉള്ളൊരു തീമുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യുന്നതിലും തെറ്റില്ല. 4 വരെയൊക്കെ ചെയ്യാം. ഒരു 5 ഒക്കെ ആകുമ്പോൾ ആ ഒരു വൃത്തി കിട്ടില്ല കേട്ടോ. കുറച്ചും കൂടി ഒരു ഭംഗി വരുന്നത് 2ഉം 3ഉം ആണ്. ഇതുപോലെ നല്ല റൗണ്ടിൽ കുറച്ചും കൂടി ഭംഗിയിൽ വരുന്നത് 2 ചുറ്റും 3 ചുറ്റിലാണ് കേട്ടോ വരുന്നത്. ഈ ഒരു ഫ്ലവർ നമ്മൾ 3 എണ്ണം വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ ഫ്രഞ്ച് നോട്ട് കൊണ്ട് നമ്മൾ എങ്ങനെ ചെയ്താലും അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെയാണ്.
രണ്ടാമത്തെ ഫ്ലവറാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം 3 ഫ്രഞ്ച് നോട്ട് വെച്ചിട്ടും പിന്നെ അതുപോലെ 4 ഫ്രഞ്ച് നോട്ട് വെച്ചിട്ടും കൂടിയാണ് കേട്ടോ ചെയ്തിരുന്നത്. ഇത് രണ്ടിലും നമ്മൾ ഫ്രഞ്ച് നോട്ട് 2 ആണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. അടുത്ത് ഇതുപോലെ നടുവിലായിട്ടൊരു ഫ്രഞ്ച് നോട്ട് കൊടുത്തിട്ട് അതിന് ചുറ്റും ഇതുപോലെ വീണ്ടും ഓരോ ഫ്രഞ്ച് നോട്ട് കൊടുക്കുകയാണ്. ഈ ഒരു ഫ്രഞ്ച് നോട്ട് കൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു 3 ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് മാത്രമല്ല കേട്ടോ, ഇനിയും നമുക്ക് ഒരുപാട് ഫ്ലവേഴ്സ് നമുക്ക് ഇതിന് ചുറ്റും റൗണ്ടായിട്ട് വീണ്ടും നമുക്ക് റൗണ്ടായിട്ട് കൊടുക്കാവുന്നതാണ്. ഇതിങ്ങനെ സ്പ്രെഡാക്കി കൊടുത്താലും അതുപോലെ ഫ്ലവേഴ്സാക്കി കൊടുത്താലും അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ യൂസ്ഫുൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റിലൂടെ അത് അറിയിക്കാനും മറക്കരുത് കേട്ടോ. ഞാനും ഇതുപോലെ വീഡിയോസ് കണ്ടിട്ടാണ് കേട്ടോ ഇതൊക്കെ പഠിച്ചത്. അപ്പോൾ നിങ്ങൾക്കും എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഇതൊക്കെ പഠിച്ചിട്ടും ഒരു വരുമാനം നേടാവുന്ന ഒരു വലിയൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് കേട്ടോ ഈ ഒരു എംബ്രോയ്ഡറി ഫീൽഡ് എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോ എന്നെപ്പോലെ ഫാഷൻ ഡിസൈനിങ് പഠിക്കാതെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഇത്തരം വർക്കുകളൊക്കെ ചെയ്യാൻ പാഷൻ ഉള്ളിലുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസും ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറെ ഒന്നും നിങ്ങൾ ചെയ്യാനില്ല, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കേട്ടോ. പിന്നെ ഈ വർക്കുകളൊക്കെ ചെയ്യാൻ ആഗ്രഹമില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ, ഈ വർക്ക് ഉള്ള ഡ്രസ്സുകളൊക്കെ ഇടാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ താഴെ കൊടുക്കുക കേട്ടോ അതിൻ്റെ വാട്സപ്പ് നമ്പർ. അപ്പോൾ നിങ്ങൾക്ക് ഏത് മോഡലാണെങ്കിലും നമ്മൾ ക്ലോത്ത് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.